നമസ്തേ ബച്ചോ, എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹിന്ദി ഈ ഗുരുവിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ, എന്താണ് SMS പാലിക്കുക. എന്താ SMS എന്ന് പറഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകണം. എന്ന് പറഞ്ഞാൽ മാസ്ക് നിങ്ങൾ നിർബന്ധമായും ധരിക്കണം. അതേപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്. എന്താ സോഷ്യൽ ഡിസ്റ്റൻസിങ്? സാമൂഹിക അകലം പാലിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നമുക്ക് സ്കൂളിലൊക്കെ പോകണ്ടേ? അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് സ്വയം തന്നെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പം മക്കളെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ് അഥവാ ദൂസരി ഇക്കായി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇക്കായിൽ ഏതൊക്കെ പാഠങ്ങളുണ്ടെന്ന് നോക്കാം. ഏതൊക്കെ പാഠങ്ങളാണുള്ളത്? സുഖദുഃഖ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. പിതാ കാ പ്രായശ്ചിത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംസ്മരൺ അഥവാ ഓർമ്മക്കുറിപ്പുണ്ട്. മേരെ ബച്ചേ കോ സിക്കായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പത്ര അഥവാ ലെറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഉജാല എന്ന് പറഞ്ഞിട്ടൊരു കഹാനി അഥവാ സുഖവും ദുഃഖവും അല്ലേ? ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഒരു മനുഷ്യ ജീവിതത്തിൽ കടന്നു പോകുന്ന 2 അവസ്ഥകളാണ് സുഖവും ദുഃഖവും അല്ലേ? പകലിന് രാത്രി എന്ന പോലെ, മഴയ്ക്ക് വെയിൽ എന്ന പോലെ, ചൂടിന് തണുപ്പെന്ന പോലെ സുഖത്തിന് ദുഃഖം അല്ലെങ്കിൽ ദുഃഖത്തിന് സുഖം അനിവാര്യമാണ് അല്ലേ? ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സുഖവും ദുഃഖവും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം അല്ലെങ്കിൽ കവിതയാണ് സുഖദുഃഖ്. ആരുടെ കവിതയാണെന്ന് അറിയും നിങ്ങൾക്ക്? സുമിത്രാനന്ദൻ പന്തിൻ്റെ, സുകുമാർ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന സുമിത്രാനന്ദൻ പന്തിൻ്റെ കവിതയാണ് സുഖദുഃഖ്. അപ്പം നമുക്ക് നമ്മുടെ സുമിത്രാനന്ദൻ പന്തിന് എന്താണ് സുഖദുഃഖത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്കൊരു കവിതയിലൂടെ മനസ്സിലാക്കാം. ദേഖിയേ ബച്ചോ, തോ ദേഖിയേ. അപ്പോൾ നമ്മൾ കവിതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ എല്ലാവരും ഈ ചിത്രം കണ്ടിട്ടുണ്ടാവൂലേ? നമ്മളെ യൂണിറ്റിൻ്റെ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് പേജിൽ എന്താണ് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഒരു കുട്ടി, ഒരാൺകുട്ടി ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണല്ലേ. അവന് സ്വപ്നത്തിലോ ചിറക് വിരിച്ചിങ്ങനെ ആകാശത്തിലൂടെ പറക്കുകയാണ്, അല്ലെങ്കിൽ തൻ്റെ സ്വപ്നത്തിന് ചിറക് നൽകിക്കൊണ്ടവൻ പറക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ചിത്രത്തിന് തൊട്ട് താഴെ ഉള്ള കവിത ഒന്ന് നിങ്ങൾ നോക്കിക്കേ. സപ്നെ വേ സച്ച് നഹീ ഹോത്തെ ജോ സോത്തെ വക്ത് ദേഖേ ജാത്തെ ഹൈ, സപ്നെ വേ സച്ച് ഹോത്തെ ഹൈ ജിൻകെ ലിയേ അബ് സോനാ ജോഡ് ദേത്തെ ഹൈ. എന്താണതെന്ന് മനസ്സിലാവുന്നത്? അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ടല്ലേ, ദൃശ്യ ഓർ പങ്ക്തിയാം ക്യാ ബത്താത്തേ ഹേ എന്ന്. എന്താണ് നിങ്ങൾ മനസ്സിലാവുന്നത്? ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ സത്യമല്ല എന്നാണ് അല്ലേ? സപ്നെ വേ സച്ച് നഹീ ഹോത്തെ, സത്യമല്ല. പിന്നെയോ, എന്നാൽ ഏത് സ്വപ്നം സാക്ഷാത്കരിക്കുവാനാണോ നിങ്ങൾ ഉറക്കമിളച്ച് പരിശ്രമിക്കുന്നത്, അതാണ് ജോ സോത്തെ വക്ത് ദേഖേ ജാത്തെ ഹേ വേ സച്ച് നഹീ ഹോത്തെ, സപ്നെ വേ സച്ച് ഹോത്തെ ഹേ ജിൻകെ ലിയേ അബ് സോനാ ചോഡ് ദേത്തെ. നിങ്ങൾക്ക് ഉറക്കമിളച്ചിട്ട് നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഇറങ്ങിത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണോ പരിശ്രമിക്കുന്നത്, ആ സ്വപ്നം സഫലമാകുമെന്നാണ് പറയുന്നത്. അതായത് എന്താ അർത്ഥമാക്കുന്നത്? കഠിന പരിശ്രമത്തിലൂടെയേ നമുക്ക് ജീവിത വിജയം നേടാൻ സാധിക്കൂ എന്നുള്ളതാണ് അല്ലേ? നിങ്ങളിതൊക്കെ കാണുമ്പോൾ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മഹത് വ്യക്തി ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ആരാണെന്ന്? അല്ലേ? ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നമ്മുടെ ഉറക്കം കളയുന്നത് എന്തോ അതാണ് സ്വപ്നം എന്ന് പറഞ്ഞ ആ മഹാനെ എല്ലാവർക്കും ഓർക്കുന്നുണ്ടാവും അല്ലേ? നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം. മറക്കാൻ സാധിക്കുമോ? ഒരിക്കലും മറക്കാൻ സാധിക്കില്ലേ? നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ മഹത് വ്യക്തിയെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെന്താ നമുക്ക് ആൻസർ എഴുതുക? ലഡ്ക നീന്തുമേം സപ്ന ദേഖ് രഹാ ഹേ. എന്താണ്? നമ്മുടെ ആൺകുട്ടി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു. സപ്നമേം വഹ് അപ്നെ പംഖേ ഫൈലാകർ ആകാശ് മേ ഉഡ് രഹാ ഹേ. സ്വപ്നത്തിൽ അവൻ തൻ്റെ ചിറക് വിരിച്ചുകൊണ്ട് എവിടെ? ആകാശത്തിലൂടെ പറക്കുന്നു. അപ്പോൾ പങ്ക്തിയാം, ഈ വരികൾ എന്താണ് മനസ്സിലാക്കി തരുന്നത്? പങ്ക്തിയാം ഹേ ബതാത്തെ ഹേ കി സോത്തെ സമയ ദേഖ്നെ വാലേ സപ്നെ സച്ച് നഹീ ഹോത്തെ. അതായത്
നമ്മളെ വരികളിലൂടെ ഈ ചിത്രം വെച്ചിട്ട് രണ്ടും കണക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? സോത്തേ സമയ ദേഖ്നെ വാലെ സപ്നെ സച്ച് നഹീ ഹോത്തെ. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് ജിൻ സപ്നോ കി പൂർത്തി കെ ലിയേ ഹം സോന ചോട് ദേത്തെ ഹേ. ഏതു സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്, അർത്ഥാത് കഠിൻ പരിശ്രം കർത്തേ ഹേ, കഠിനമായി പരിശ്രമിക്കുന്നത്, വേ സപ്നെ സച്ചേ ഹോത്തേ ഹേ, ആ സ്വപ്നങ്ങളായിരിക്കും യാഥാർത്ഥ്യമാവുക. അതായത് ഇസ്കാ മത്ലബ് ഹേ എന്ന് വെച്ചാൽ സ്വപ്നെ സാക്കാർ ഹോനെ കെ ലിയേ, നമ്മളെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിരന്തർ മെഹനത്ത് കർണ ആവശ്യ ഹേ, നിരന്തരമായി തന്നെ നമ്മൾ അധ്വാനിക്കണം. എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക, അധ്വാനിക്കുക എന്നൊക്കെ അർത്ഥം. കാരണം അവശ്യ ഹേ, ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പം മനസ്സിലായില്ലേ? ഈ ചിത്രവും മനസ്സിലായി നമുക്ക്. അപ്പം ചിത്രത്തിന് യോജിച്ച പങ്ക്തിയാണ് തന്നിട്ടുള്ളത്. ഓക്കേ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കവിയെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. കവിയുടെ പേരാണ് സുമിത്രാനന്ദൻ പന്ത്. എല്ലാവരും സുമിത്രാനന്ദൻ പന്തിനെ കണ്ടില്ലേ? സുമിത്രാനന്ദൻ പന്ത് കാ ജന്മ കുമായൂൻ के कौसानी ग्राम में 20 मई 1900 को हुआ. 1900 മെയ് 20 കുമായൂണിലെ കൗസാൻ എന്ന ഗ്രാമത്തിലാണ് നമ്മുടെ സുമിത്രാനന്ദൻ പന്ത് ജനിച്ചത്. 7 വർഷ की आयु में आपने സർവപ്രഥം ചന്ദ് രചനാക്കി. 7ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഛന്ദസ് രചിച്ചു എന്നാണ് പറയുന്നത്. പിന്നെയോ 1921 में മഹാത്മാഗാന്ധിക്ക് പ്രേരണാസെ പഠായി ചോടുതി. 1921 മഹാത്മാഗാന്ധിയുടെ പ്രേരണയാൽ പഠനമെല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. ആപ്നെ പ്രഗതിശീൽ വിചാരോം കി പത്രിക രൂപാബ് നിക്കലി ദി. എന്താണ്? പുരോഗമന ചിന്താധികാരിയുടെ മാസികയായ രൂപാബ് പ്രസിദ്ധീകരിച്ച ഇദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ 1942 को 1942 ലോകായതൻ നാമക് സാംസ്കൃതിക് പീഠ് കി യോജന ബനായി. എന്താ പറയുന്നത്? 1942 ലോകായതൻ എന്ന പേരിൽ ഒരു സാംസ്കാരിക പദ്ധതി നടപ്പിലാക്കി എന്ന് പറഞ്ഞു. പിന്നെയോ 1950 ആകാശവാണി സെ സംബന്ധുയെ, അതായത് 1950 ആകാശവാണിയിൽ എത്തിയെന്നും പറയുന്നുണ്ട്. പിന്നെ 28 दिसंबर 1977 को आपकी मृत्यु हुई. 1977 ഡിസംബർ 28 അദ്ദേഹം മരണമടഞ്ഞു. പിന്നെയോ കലാ और बूढ़ा चांद पर साहित्य अकादमी पुरस्कार, लोकायतन पर सोवियत लैंड नेहरू पुरस्कार और चिदम्बरा पर ज्ञानपीठ पुरस्कार से अब सम्मानित हुए. എന്താണ്? കലാ और बूढ़ा चांद എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരവും അതേപോലെ തന്നെ സോവിയറ്റ് ലാൻഡ് പുരസ്കാരവും ജ്ഞാനപീഠ പുരസ്കാരവും നേടിയെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ കവിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ? നമ്മുടെ കവിതയല്ല പഠിക്കാമോ? അപ്പോൾ കവിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, അതിനു വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി കവിതയിലോട്ട് പോകാം. സുഖ് ദുഃഖ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ട് ഓരോ വേർഡായിട്ട് അറിയാത്ത അർത്ഥങ്ങളുണ്ടെങ്കിൽ ഓരോ വേർഡിൻ്റെ നേരെ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ബുക്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മീനിങ് എഴുതി വെക്കണേ. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ അർത്ഥം പറയുന്നില്ല. കവിത നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ അർത്ഥം പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിക്കേ. मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख, सुख दुख की खेल मिचौनी खोले जीवन अपना मुख. എന്തർത്ഥം? मैं नहीं चाहता चिर सुख. ഞാൻ എന്താഗ്രഹിക്കുന്നില്ല? ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചാത്ത എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. അപ്പം ആഗ്രഹിക്കുന്നില്ല. എന്താഗ്രഹിക്കുന്നില്ല? ചിർ സുഖ്. ചിർ എന്ന് പറഞ്ഞാൽ സ്ഥായിയായ അല്ലെങ്കിൽ നിരന്തരമായി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി ഞാൻ ഒരിക്കലും സുഖം ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെ ചെറുദുഃഖം, അതേപോലെ തന്നെ ഞാൻ നിരന്തരമായി എനിക്ക് ദുഃഖം കിട്ടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് വേണ്ടത്? സുഖ ദുഃഖി ഖേൽമിച്ചൗനിയ, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എങ്ങനെയായിരിക്കണം? ഖേൽമിച്ചൗനി എന്ന് പറഞ്ഞാൽ കണ്ണുപൊത്തിക്കളി. കണ്ണുപൊത്തിക്കളി എല്ലാവരും കളിച്ചിട്ടില്ലേ? അപ്പം കണ്ണുപൊത്തിക്കളി പോലെ ആയിരിക്കണം ജീവിതം. അതായത് കവി പറയുകയാണ്, ഞാൻ ഒരിക്കലും സദാ സുഖമോ ദുഃഖമോ ആഗ്രഹിക്കുന്നില്ല.
ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളുടെ ഒരു കണ്ണുപൊത്തിക്കളി പോലെ ആയിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ കണ്ണുപൊത്തിക്കളിക്ക് പ്രത്യേകത? അപ്പോൾ ഈ കണ്ണുപൊത്തിക്കളിയിൽ ഒരാൾ എണ്ണുമ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റാൾ പോയി ഒളിക്കുന്നു അല്ലേ? അപ്പോൾ കളിക്കാരിങ്ങനെ മാറി മാറി ഒളിക്കും. അതേപോലെ ജീവിതത്തിലും സുഖവും ദുഃഖവും മാറി മാറി വരണമെന്നാണ് നമ്മുടെ കവി ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ലേ ഈ ഫസ്റ്റ് 4 വരി? പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? സുഖ ദുഃഖ की खेल मिछौनी खोले जीवन अपना मुख इन पंक्तियों का आशय क्या है എന്ന്. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതാം. സുഖ और दुख एक सिक्के के दो पहलू है. സിക്ക എന്ന് പറഞ്ഞാൽ നാണയം. അപ്പോൾ ഒരു നാണയത്തിന് അല്ലെങ്കിൽ ഒരു കോയിൻ്റെ 2 വശങ്ങളാണ് സുഖവും ദുഃഖവും. ഖേൽ മിച്ചൗനി കെ ഖേലുമേം നമ്മുടെ കണ്ണ് പൊത്തിക്കളിയിൽ ജിസ് പ്രകാർ എങ്ങനെയാണോ കഭി ഏക് ചിപ്താ ഹെ തോ കഭി ദൂസര, ഒരാൾ എണ്ണുമ്പോൾ ഒരാൾ ഒടിക്കുന്നു അല്ലെങ്കിൽ കളിക്കാർ മാറി മാറി വരുന്നു. ഇസ് പ്രകാർ ഈ പ്രകാരം ജീവൻ മേ നമ്മുടെ ജീവിതത്തിലും സുഖ് ഔർ ദുഃഖ് ഭാരി ഭാരി സേ ആത്താ ജാത്താ രഹേ. ഭാരി ഭാരി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വന്നും പോയും കൊണ്ടിരിക്കൂലേ, മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ് ഭാരി ഭാരി ആത്താ ജാത്താ രഹേ, വന്നും പോയും കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ല ഇതിൻ്റെ ആൻസർ? നമുക്കിനി അടുത്തത് നോക്കാം. सुख दुख के मधुर मिलन से यह जीवन हो परिपूरन फिर घन में ओझल हो शशि फिर शशि से ओझल हो घन. എന്താണ്? സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മധുരമിലൻ സേ. മധുരമിലൻ എന്ന് പറഞ്ഞാൽ അത് സന്തോഷകരമായ ഒത്തുചേരൽ. മിലൻ എന്ന് പറഞ്ഞാൽ ഒത്തുചേരൽ. ഒത്തുചേരലിനാൽ യഹ ജീവൻ ഹോ പരിപൂരൺ. ഇതെന്താണ്? നമ്മുടെ ജീവിതം പരിപൂർണമാക്കും. പരിപൂരൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമാകും, പൂർണ്ണമാകും. പിന്നെയോ ഫിർ ഗൻമേ ഓജൽ ഹോ ശശി. ഫിർ ഗൻമേ, ഗൻ എന്ന് പറഞ്ഞാൽ ക്ലൗഡ്, ബാദൽ, മേഘം എന്നൊക്കെ പറയട്ടോ. ഗൻ എന്ന് പറഞ്ഞാൽ മേഘം. ഓജൽ എന്ന് പറഞ്ഞാലോ അപ്രത്യക്ഷമാവുക. ഓജൽ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക. ആരെ പ്രത്യക്ഷമാവുക? ശശി. ശശി ചന്ദ്രൻ. അതായത് എപ്രകാരമാണോ ആകാശത്ത് രാത്രിയിൽ എന്താവും ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു പോകുന്നത്. മാത്രല്ല ഫിർ ശശിസെ ഓജല് ഹോഗൻ. ശശിസെ ചന്ദ്രനിൽ ആര് മറഞ്ഞു പോകും? ആ മേഘങ്ങളും മറഞ്ഞു പോകും. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സുഖത്തിനുമേൽ ദുഃഖത്തിൻ്റെ കാർമേഘം വ്യാപിച്ചു കിടക്കുന്നത്. അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഇങ്ങനെ മാറി മാറി വീണ്ടും സുഖമാകുന്ന പ്രകാശം നിറയുകയും ചെയ്യുന്നത്. അതിലാണ് ജീവിതത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് സുഖദുഃഖങ്ങളുടെ മാധുര്യമായ ആ കൂടിച്ചേരലാണ് ജീവിതം പരിപൂർണമാകുന്നത് എന്നാണ്. പ്രകാരമാണോ രാത്രിയിൽ ചിലപ്പോൾ ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ മറയും, പിന്നെയോ മേഘങ്ങൾ ചന്ദ്രൻ്റെ പ്രകാശത്താൽ അദൃശ്യമാകും അല്ലേ? അതേപോലെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ സുഖത്തിന് മേൽ ദുഃഖത്തിൻ്റെ കാർമേഘം അങ്ങനെ വ്യാപിക്കും. അതേപോലെ തന്നെ മറ്റു ചിലപ്പോൾ ദുഃഖങ്ങൾ മാറി 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 കാർമേഘങ്ങൾ മാറി 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 എന്ത് ചെയ്യും? സുഖമാകും, പ്രകാശം നിറയും. ചന്ദ്രൻ്റെ പ്രകാശം പോലെ സുഖം നിറയും. അതിലാണ് നമ്മുടെ ജീവിതത്തിന് പരിപൂർണത. ആ ലൈഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ സുഖവും ദുഃഖവും ഒരുമിച്ച് വരണം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫിർ ഗൻ മേ ഓജൽ ഹോ ശശി ഫിർ ശശി സെ ഓജൽ ഹോ ഗൻ. യഹം ഗൻ ഔർ ശശി കിൻ കിൻ കെ പ്രതീക് ഹെ. പിന്നെ പ്രത്യേകിച്ചെടുത്ത് പറയണോ? ഗൻ ആരെ പ്രതീകമാണ്? ഗന് ദുഃഖമാണ് അല്ലേ? കാർമേഘങ്ങൾ മൂടുക എന്ന് പറയുമ്പോൾ അത് ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. അതേപോലെ തന്നെ ശശി എന്ന് പറയുന്നതോ സുഖം. ശശിയെ പോലെ, അതായത് ചന്ദ്രനെ പോലെ വെളിച്ചം വ്യാപിച്ച് സുഖം കിടക്കും. അപ്പോൾ സുഖത്തിൻ്റെയും പ്രതീകമാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ അത് എഴുതി തരേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായി അല്ലേ? അപ്പം അടുത്ത 4 വരിയാണ്. ജഗ് പീഡിത് ഹേ അതി ദുഃഖ സേ ജഗ് പീഡിത് ഹേ അതി സുഖ സേ മാനവ ജഗ് മേ ഭാൺ ചാവേ ദുഃഖ സുഖ സേ ഔ സുഖ ദുഃഖ സേ. എന്താ പറഞ്ഞിട്ടുള്ളത്? ജഗ് പീഡിത് ഹേ അതി ദുഃഖ സേ എന്നാണ്. അധികമായ സന്തോഷത്താലും അതേപോലെ തന്നെ ജഗ് പീഡിതരെ അതി ദുഃഖ സേ. അതി ദുഃഖം എന്ന് പറഞ്ഞാൽ അധികമായ ദുഃഖത്താലും അധികമായ സന്തോഷത്താലും ലോകം വ്യാകുലപ്പെടുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാനവ ജഗമേ, ഈ ലോകത്തില് ബാണ്ട് ജാവേ, സുഖ ദുഃഖങ്ങൾ മാറി മാറി ഉണ്ടാകണം. ബാണ്ട് ജാവേ ദുഃഖ സുഖസേ ഔ സുഖ ദുഃഖസേ. അതുകൊണ്ട് തന്നെ
ഈ ലോകത്ത് സുഖദുഃഖങ്ങൾ മാറി മാറി ഉണ്ടാവണമെങ്കിൽ മാത്രമേ നമ്മുടെ മനുഷ്യ ജീവിതം ഒരു ബാലൻസിൽ അല്ലെങ്കിൽ സന്തുലിതമായി പോവുകയുള്ളൂ. മനുഷ്യന് യഥാർത്ഥ സുഖം ലഭിക്കുകയുള്ളൂ എന്നാണ്. അപ്പം രണ്ടിനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മനുഷ്യന്മാർ പീഡിതരായിക്കൊണ്ടിരിക്കുകയാണ്. അധിക സുഖം വന്നാലും അധിക ദുഃഖം വന്നാലും. ഇപ്പം ജഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗ് എന്ന് പറഞ്ഞാൽ ലോകം, സംസാർ എന്നാണ്. അതേപോലെ നദി എന്ന് പറഞ്ഞു അധികമായ. പീഡിത എന്ന് പറഞ്ഞാൽ പീഡിതരായതിൽ വേദനാജനകമായി എന്നൊക്കെ പറയാം. ബാണ്ട് ജാന എന്ന് പറഞ്ഞാലോ വിഭജിക്കപ്പെടുക, വിഭജിക്കുക. പിന്നെന്താണ്? ഔ എന്ന് പറഞ്ഞാൽ ഔർ എന്നാണ്. സുഖസേ ഔർ സുഖ ദുഃഖസേ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഔ എന്ന് പറഞ്ഞാൽ ഔർ എന്നാണ്. മനസ്സിലായില്ലേ ഈ പങ്ക്തി? ഇനി അടുത്ത പങ്ക്തി നോക്കാം. അവിരത്ത് ദുഃഖ ഹേ उत्पीड़न अविरत सुख भी उत्पीड़न दुख सुख की നിഷാദിവാമേം സോത്താ ചാക്താ ചുക് ജീവൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? അവിരത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ, കണ്ടിന്യൂസ് ആയ അല്ലെങ്കിൽ നിരന്തരമായി നടക്കുന്നതാണ് അവിരത് എന്നുള്ള അർത്ഥം കേട്ടോ. ആ നിരന്തരമായി നിൽക്കുന്ന ദുഃഖമാണ് ഉത്പീഡൻ. ഉത്പീഡൻ എന്ന് പറഞ്ഞാൽ വേദനാജനകമാണ്. നമ്മൾ നേരത്തെ ഈ പീഡിത് എന്ന് പറഞ്ഞില്ല, അതിൻ്റെ അതേ മീനിങ് ആണ്. ഉത്പീഡൻ എന്ന് പറഞ്ഞാൽ വേദനാജനകമായതാണ്, പീഡാദായകമാണ്, പെയിൻഫുൾ എന്നൊക്കെ പറയില്ലതാണ്. പിന്നെയോ തുടർച്ചയായ ദുഃഖവും അതേപോലെ തന്നെ അവിരത് സുഖ ഭീ ഉത്പീഡൻ, തുടർച്ചയായ ദുഃഖവും സുഖവും മനുഷ്യന് ആപത്താണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അതേ മീനിങ് ആണ്. ദുഃഖ സുഖയ്ക്ക് നിഷാദിവാമി. ദുഃഖ സുഖം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖങ്ങളാകുന്ന നിഷാദിവാമി. നിഷാദിവ എന്ന് പറഞ്ഞാൽ, നിശ എന്ന് പറഞ്ഞാൽ രാത്രി, ദിവ എന്ന് പറഞ്ഞാൽ പകൽ, അല്ലെങ്കിൽ രാത്ത് ഔർ ദിനിൻ്റെ വേറൊരു മീനിങ് ആണ് നിഷാദിവ. ഈ സുഖദുഃഖങ്ങളാകുന്ന പകലിൻ്റെയും രാത്രിയുടെയും തുടർച്ചയായ സോത്താ ജാഗ്രത ജഗജീവൻ എന്ന് പറഞ്ഞാണ്. സോത്താ ജാഗ്രത എന്ന് പറഞ്ഞാൽ, സോത്ത എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, ജാഗ്രത എന്ന് പറഞ്ഞാൽ എണീക്കുക, ഉണരുക. ജഗജീവൻ, ജഗ് നമ്മൾ നേരത്തെ പറഞ്ഞു ലോകം, ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിതം. അതായത് തുടർച്ചയായ ദുഃഖവും തുടർച്ചയായ സുഖവും മനുഷ്യന് ആപത്താണ്. സുഖദുഃഖങ്ങളാകുന്ന പകലിൻ്റെയും, അപ്പം സുഖം പകല്, രാത്രി എന്ന് പറയുന്നത് ദുഃഖം. ആ പകലിൻ്റെയും രാത്രിയുടെയും തുടർച്ചയായ സംക്രമണത്താലാണ് ഈ ലോകത്തെ ജീവരാശികൾ അല്ലെങ്കിൽ ഓരോ ജീവനും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഒരു സന്തുലിതവുമായ ഒരു സമുചിതവുമായ വികാസത്തിന് എന്ത് വേണം? ഉറക്കവും ഉണർവും അത്യന്താപേക്ഷിതമായി അല്ലേ? ഈ ഉണരുക, എണീക്കുക, അല്ലെങ്കിൽ രാത്രി പകൽ. ഞാൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ, എങ്ങനെയാണോ ചൂടിന് തണുപ്പ് അല്ലെങ്കിൽ രാത്രിക്ക് എങ്ങനെയാണോ പകൽ, അതേപോലെയാണ് സുഖത്തിന് ദുഃഖം അല്ലേ? അപ്പോൾ സുഖദുഃഖങ്ങളോട് ഇടവിട്ടുള്ള ഈ പോക്ക് വരവ് എന്താണ്? അനിവാര്യമാണ് എന്നാണ് പറയുന്നത് ഈ പങ്ക്തിയിലൂടെ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? അവിരത്ത് സുഖ ഭീ ഉത്പീഡൻ ക്യാ ആപ് ഇസ്സേ സഹമത്ത് ഹേ ക്യോ എന്നാണ്. നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മൾ യോജിക്കുന്നുണ്ടല്ലോ. കാരണം എന്താ? കവിക്ക് ഈ വിചാരത്തെ സഹമത്വം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത? ക്യോംകി സുഖ് ഔർ ദുഃഖ് സഭീകെ ജീവൻ മേ ആനേ ചാഹിയേ. മനസ്സിലായില്ലേ? അപ്പം എങ്ങനെ എഴുതേണ്ടത്? മേ കവിക്ക് ചാർസേ സഹമത്തഹും. കവി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. സഹമത്ത് എന്ന് പറഞ്ഞാൽ യോജിക്കുന്നു. ക്യോംകി എന്തെന്നാൽ സുഖ് ഓർ ദുഃഖ് സഭീകെ ജീവൻ മേ മാനാ ജാന ആവശ്യക് ഹേ. എല്ലാവരുടെയും ജീവിതത്തിലും സുഖവും ദുഃഖവും വരും പോവുകയും ചെയ്യുന്നത് ആവശ്യമാണ്, അല്ലെങ്കിൽ ഓരോ ലൈഫിലും അത്യാവശ്യമാണ് സുഖവും ദുഃഖവും എന്നത്. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത പങ്ക്തി നോക്കാം. यह सांच उषा का आंखन आलिंगन विरह मिलन का चिरहास हश्रमय आनन രേ ഇസ് മാനവ ജീവൻ കാ. എന്താ പറഞ്ഞിട്ടുള്ളത്? സാഞ്ച് എന്ന് പറഞ്ഞാൽ സന്ധ്യ, ഈവനിങ്, സന്ധ്യയ്ക്കാണ് പറയുന്നത് സാഞ്ച്. ഉഷ എന്ന് പറഞ്ഞാൽ പ്രഭാതം. ആങ്കൻ എന്ന് പറഞ്ഞാലോ മുറ്റം. ആലിംഗൻ എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യാം. വിരഹം എന്ന് പറഞ്ഞാൽ വിരഹം. മിലൻ എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ച. ഹാർസ് എന്ന് പറഞ്ഞാൽ ഹാർസ് എന്ന് പറഞ്ഞാൽ ചിരി, ഹസി എന്നൊക്കെ പറയില്ല അത്. അശ്രുമയ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. അശ്രുമയ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. ആനൻ എന്ന് പറഞ്ഞാൽ എന്താ? മുഖം. മനസ്സിലായില്ലേ? അപ്പം എന്താ പറയുന്നത്? യഹ് സാഞ്ച് ഉഷാക്കാങ്കൻ, അതായത് ആലിംഗൻ വിരഹമിലനുക്ക. സാഞ്ച് ഉഷ എന്ന് പറഞ്ഞാൽ മനുഷ്യജീവിതത്തോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആകാശം എന്ത് ചെയ്യുന്നു? സുഖദുഃഖങ്ങളാകുന്ന ഈ പ്രഭാതവും സന്ധ്യയുടെയും
മുറ്റമാണ് എന്നാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാവരും കടലിൽ പോയിട്ട് കറക്റ്റായിട്ട് ഈ ഒരു കൂടിക്കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലേ? ആ, നോക്കിക്കേ, രാത്രി ആയിട്ടുമില്ല, എന്നാൽ പകലൊട്ട് കഴിഞ്ഞിട്ടുമില്ല. എത്ര മനോഹരമാണ് ആ കാഴ്ച അല്ലേ? എല്ലാവരും ഈ വൈകുന്നേര സമയത്ത് എന്തുകൊണ്ടാണ് കടൽ കാണാൻ പോകുന്നത്? ഈ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അസ്തമിക്കുന്ന കാഴ്ച. അതേപോലെ തന്നെയാണ് പ്രഭാതവും അല്ലേ? അതാ ഇവിടെ പറയുന്നത്, മനുഷ്യജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളാകുന്ന പ്രഭാതത്തിൻ്റെയും സന്ധ്യയുടെയും മുറ്റമാണെന്നാണ്. ഇവിടെ വേർപാടിൻ്റെയും കണ്ടുമുട്ടലിൻ്റെയും ആലിംഗനം നടക്കുന്നു എന്നാണ്. എന്താണ് വേർപാട്? വേർപാട് എന്ന് പറയുന്നത് സന്ധ്യ പോകുന്നതാണ്. എന്താണ് കൂടിച്ചേരൽ എന്ന് പറയുന്നത്? അതായത് രാവിലത്തെ പ്രഭാതം കടന്നു വരുന്നത്. അപ്പോൾ കണ്ടുമുട്ടലിൻ്റെയും വേർപാടിൻ്റെയും ഒരു ആലിംഗനാണ് ഇവിടെ നടക്കുന്നത്. അതായത് എന്താണ്? സന്ധ്യാസമയത്ത് സൂര്യൻ്റെ വിയോഗത്തിൻ്റെ ദുഃഖം, അതേപോലെ തന്നെ പ്രഭാതം സൂര്യൻ്റെ തിരിച്ചുവരവിൻ്റെ സന്തോഷവും അല്ലേ? സൂര്യൻ്റെ തിരിച്ചുവരവാണ് പ്രഭാതത്തിൽ രാവിലെ നടക്കുന്നത് അല്ലേ? മനുഷ്യജീവിതത്തിൽ ഈ സുഖദുഃഖങ്ങൾ വേർപാടും കൂടിച്ചേരലുമായിട്ട് നമ്മുടെ സുമിത്രാനന്ദൻ ബന്ധു ഉപമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പുഞ്ചിരിയും കണ്ണീരും അതാണ് ഹാസ്യശ്രുമായി. പുഞ്ചിരിയാണ്. പുഞ്ചിരിക്കുമ്പോഴെന്താ? പ്രഭാതം കടന്നു വന്നു. കണ്ണീരെന്താ? നമ്മുടെ സൂര്യൻ തിരിച്ചുപോയി, അല്ലെങ്കിൽ വിയോഗം അല്ലേ? ഇതാണ് ഇവരുടെ ഈ വിളയാടലാണ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ ഈ പങ്ക്തി? പ്രത്യേകിച്ച് ഇനി പറയണോ? എല്ലാ പങ്ക്തിയിലും ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ. എന്താ പറയുന്നത്? സുഖവും ദുഃഖവും ഒരു മനുഷ്യ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കിയാലോ? ക്വസ്റ്റ്യൻ ആൻസർ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കവിത നല്ലവണ്ണം മനസ്സിലാവും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കിക്കേ നിങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കവിതാസെ ശബ്ദയുഗ്മോ കാ ചയൻ കർക്കെ ലിഖേ. ശബ്ദയുഗ്മോ എന്ന് പറഞ്ഞാൽ നമ്മൾ റൈമിംഗ് വേർഡ് എന്നൊക്കെ പറയില്ലേ? അതായത് റൈമിംഗ് വേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഒരേ എന്തായിരിക്കും? ഒരേ ഉച്ചാരണമായിരിക്കും, എന്ന അർത്ഥങ്ങൾ വേറെ ആയിരിക്കും കേട്ടോ. സുഖ ദുഃഖ് ഒരേ ഉച്ചാരണമാണ്, അതേപോലെ തന്നെ അർത്ഥങ്ങൾ സുഖവും ദുഃഖവും അല്ലേ? ഇങ്ങനെ ഏതൊക്കെ നമുക്ക് നമ്മുടെ കവിതയിൽ നിന്ന് എടുത്തെഴുതാം? എന്തൊക്കെ ഉണ്ട് നോക്കിക്കേ. നിഷാദിവ, രാത്രിയും പകലും. സോത്ത ജാഗുത്ത, ഉറങ്ങുക ഉണരുക. സാഞ്ച് ഉഷ, സാഞ്ചന സന്ധ്യ, ഉഷ എന്ന് പറഞ്ഞാൽ പ്രഭാതം. പിന്നെന്താ? വിരഹ മിലൻ, വിരഹം എന്ന് പറഞ്ഞാൽ വേർപാട്, മിലൻ കൂടിച്ചേരൽ. അതേപോലെ തന്നെ ഹ്രാസശ്രുമൈ, അതായത് ഹ്രാസശ്രു എന്ന് പറഞ്ഞാൽ ഈ ചിരിയും കരച്ചിലും എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഈ ശബ്ദയുഗ്മമായിട്ട് അല്ലെങ്കിൽ റൈമിംഗ് വേർഡായിട്ട് വേർഡ്സായിട്ട് കാണാം കേട്ടോ. ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വർഗ പഹേലിക്ക് പൂർത്തി കരേ. വർഗ പഹേലി എന്ന് പറഞ്ഞാൽ പദപ്രശ്നം. നല്ല ഇഷ്ടമല്ലേ പദപ്രശ്നമൊക്കെ ചെയ്യാൻ നമുക്ക് അല്ലേ? എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. പണ്ട് മുതലേ നമുക്കൊക്കെ ഏറെ താല്പര്യമുള്ളതാണ് പദപ്രശ്നം പൂരിപ്പിക്കുക എന്ന് പറയുമ്പോൾ. ഇങ്ങോട്ടൊക്കെയാണ് ദായൂർ, വലത്തോട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നീച്ചേക്കൂർ, താഴോട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ദായൂർ വലത്തോട്ടുള്ള നമുക്ക് നോക്കാം. ഒന്നാമത്താണ് മുഖ കാ സമാനാർത്ഥി ശബ്ദ്. എന്താണ് മുഖത്തിൻ്റെ സമാനാർത്ഥി ശബ്ദം നമ്മളെ കവിതയിൽ? അറിയാം, ആനൻ. എന്താണ്? ആനൻ. അതേപോലെ തന്നെ ആകാശത്തിന്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വലത്തോട്ട്. ഇസ്കാ അർത്ഥ ഹെ ആകാശ്. എന്താണ് ആകാശത്തിൻ്റെ വേറൊരു മീനിങ്? അറിയാം, ഗഗൻ. ഗഗനാണ് ആകാശത്തിൻ്റെ വേറൊരു മീനിങ്. ഇനി ആറാമത്തെയാണ് സുഖ ദുഃഖക്കെ മിലനസെ യഹ് പരിപൂർണ്ണ ഹോ ജാത. എന്താണ് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കൂടിച്ചേരൽ കൊണ്ട് ജീവിതം പരിപൂർണമാകുന്നത്? എന്താണ്? നമ്മുടെ ജീവിതം തന്നെ, അതാണ് ജീവൻ. കണ്ടില്ലേ? ഒമ്പതാമത്താണ് യഹ് നിരന്തർ കാ സമാനാർത്ഥി ശബ്ദം. നിരന്തർ, അവിരത്ത് ഒക്കെ പറഞ്ഞതാണല്ലേ. അവിരത്താണ് നിരന്തർ, തുടർച്ചയായി എന്നുള്ള അർത്ഥം. ഇനി താഴോട്ടൊന്ന് നോക്കിക്കേ. സഫലത പാനെ കേലിയെ ഇസ്കെ ജറൂരത് ഹെ. എന്താണ് നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടി എന്താണ് നമുക്ക് വേണ്ടത്? ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് മെഹനത്ത്, പരിശ്രമം അത്യാവശ്യമാണ് അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മേഘ കേലിയെ ഇസ് കവിതാമേ പ്രയുക്ത ശബ്ദം. നമ്മൾ പറഞ്ഞു ഘൻ എന്ന് പറഞ്ഞു മേഘത്തിന്, ബാദൽ എന്നൊക്കെ അല്ലേ ഘൻ എന്ന് പറയാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കവിതാമേ സൻസാർ ക പ്രതീകാത്മക ശബ്ദം. എന്താണ് സൻസാർ, ലോകത്തിന് വേറൊരു വേർഡ്? ജഗ് അല്ലേ? ജഗാണ് വേറെ വേർഡ് സൻസാറിൽ. ഏഴാമത്തെയാണ് ഉഷ. ഉഷ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഭാത്. ഉഷാക്കർത്ത് പ്രഭാത്, പ്രഭാതാണ്.
എട്ടാമത്തെ നോക്കിക്കേ, സുഖ് ദുഃഖ് കിസ് വിധ കി രചന ഹെ. ഏത് വിധയാണ്? കഹാനിയാണോ, കഥയാണോ? നമ്മുടെ സുഖ് ദുഃഖ് അല്ല, കവിതയാണ് അല്ലേ. അപ്പം എന്താ ഉത്തരം? കവിത. പത്താമത്തെ നോക്കിക്കേ, യഹ് കഭി നഹീ ബോൽനാ ചാഹിയേ. എന്താണ് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തത്? കള്ളം, ജൂട്ട്. ജൂട്ട് എന്ന് പറഞ്ഞാൽ കള്ളം. അപ്പം ഇത്രയും നേരം നമ്മൾ അതിന് ആൻസർ പറഞ്ഞു. ഇനി നമുക്ക് ആ കള്ളിലൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ? ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഈ പദപ്രശ്നത്തിൽ എല്ലാ ഉത്തരങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും നോട്ട്സിക്ക് ഇത് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സുഖ് ദുഃഖ് കവിത ആശയ ലിഖേ. സുഖ് ദുഃഖ് കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആസ്വാദന ടിപ്പണി എന്നൊക്കെ നമുക്ക് പറയാം, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അതൊന്ന് നമുക്ക് നോക്കാം. ഇതിനു മുന്നേ നമ്മുടെ 2018 ആനുവൽ എക്സാമിന് നമ്മുടെ സുഖ് ദുഃഖെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം. കണ്ടില്ലേ, ആ ഒരു 4 വരി തന്നിട്ടുണ്ട്. സുഖ് ദുഃഖ് കെ മധുര മിലൻ സേ യഹ് ജീവൻ ഹോ പരിപൂരൻ ഫിർ ഘൻ മേ ഓജലു ഹോ ശശി ഫിർ ശശി മേ മോജലു ഹോഗൻ. എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിലെന്താ, ഇതേ 4 പങ്ക്തിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ, കവിതാംശമേ മേഘ കെ ലിയെ പ്രയുക്ത ശബ്ദ കോൺസാ ഹെ. എന്താണ് മേഘത്തിനുള്ള വേറൊരു ശബ്ദം അവിടെ കൊടുത്തിട്ടുള്ളത്? നമുക്കറിയാം, കുറച്ച് മുന്നേ പഠിച്ചു. ഘൻ അല്ലേ. അപ്പം അത് ഉത്തരായി. ഘനാണ് മേഘത്തിൻ്റെ വേറൊരു വേർഡ് എന്ന് പറയുന്നത്. അതൊരു മാർക്കായി. ഇനി അടുത്ത് നോക്കിക്കേ, സുഖ് ദുഃഖ് കെ മിലന സെ ക്യാ പരിപൂർണ്ണ ഹോ ജാതാ ഹെ. അതും നമ്മൾ ആ പദപ്രശ്നത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചും പറഞ്ഞു. എന്താണ്? ജീവൻ പരിപൂർണ്ണ ഹോ ജാതാ ഹെ. ജീവനല്ലേ. അപ്പം അതിനും ഒരു മാർക്ക്. ഇത്ര മാത്രം എഴുതി വെച്ചാൽ മതി, ഉത്തരം മാത്രം ചോദിക്കുന്നുള്ളൂ. 11ാമത്തെയാണ്, കവിതാംശമായി നിമ്നലിഖിത ആശയ വാലെ പങ്ക്തിയാൻ ചുൻകർ ലിഖേ എന്നാണ്. ഏത് ആശയമുള്ളതാണ്? കബി മേഘോ മേ ചാന്ത് അപ്രത്യക്ഷ ഹോ ജാതാ ഹെ തോ കബി മേഘ ചാന്ത് മേ. എന്താണ്? ഫിർഗന് മേ ഓജലു ഹോ ശശി ഫിർ ശശി മേ ഓജലു ഹോഗൻ. ഓജൽ എന്ന് പറഞ്ഞാൽ മറയുക, അപ്രത്യക്ഷമാവുക നമ്മൾ പറഞ്ഞ. അപ്പോൾ ആ വരിയാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ഏതാണ് വരി? ഫിർഗന് മേ ഓജലു ഹോ ശശി ഫിർ ശശി മേ ഓജലു ഹോഗൻ. അതും 2 മാർക്കായി. മനസ്സിലായില്ലേ? അപ്പം ഈ സമയത്താണ് ചില ക്വസ്റ്റ്യൻസിൽ എന്ത് ചോദിക്കും, നമ്മൾ ആസ്വാദന ടിപ്പണി എഴുതാൻ വരെ ചോദിക്കും. അപ്പം ആസ്വാദന ടിപ്പണി എങ്ങനെ എഴുതുക, അത് നമുക്ക് നോക്കാം. ഈ ആസ്വാദന ടിപ്പണി ചോദിച്ചാലും കവിതയുടെ ആശയം ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം കേട്ടോ. അത് നമുക്ക് നോക്കി വരാം. അപ്പോൾ ആസ്വാദന ടിപ്പണി എഴുതാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ കവിതയുടെ പേര് എഴുതണം. സുഖ് ദുഃഖ് എന്നിട്ട് 2 ലൈൻ കൊടുക്കുക. സുകുമാർ ഭാവനാओं के കവി ശ്രീ സുമിത്രാനന്ദൻ പന്ത് की പ്രസിദ്ധ കവിത ഹെ സുഖ് ദുഃഖ്. അതായത് സുകുമാർ ഭാവനകളുടെ കവി എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ സുമിത്രാനന്ദൻ പന്ത്. അവരുടെ എന്ത് രചന പ്രസിദ്ധമായിട്ടുള്ളൊരു കവിതയാണ് സുഖ് ദുഃഖ്. इसमें कवि ने सुख दुख के संबंध में अपना विचार प्रकट किया है. ഇതിൽ കവി സുഖ ദുഃഖത്തിനെ കുറിച്ചിട്ടാണ് തൻ്റെ വിചാരം പ്രകടിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത്. കവി ചിർ സുഖ ഔർ ചിർ ദുഃഖ് നഹീ ചാത്തെ ഹെ. അപ്പോൾ കവി നിരന്തരമായ ദുഃഖവും സുഖവും ആഗ്രഹിക്കുന്നില്ല. വേ ജീവൻ മേ സുഖ ദുഃഖ കി ഖേൽ മിച്ചൗനി ചാത്തെ ഹെ. അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ കണ്ണുപൊത്തി കളി പോലെ സുഖവും ദുഃഖവും കയറി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ. സുഖ ദുഃഖക്കെ മധുര മിലൻ സേ ഹി ജീവൻ പരിപൂർണ്ണ ഹോത്താ ഹെ. അപ്പോൾ സുഖ ദുഃഖത്തിൻ്റെ മധുരമായ കൂടിച്ചേരലാണ് ജീവിതം പരിപൂർണമാകുന്നത്. ജേസെ എങ്ങനെ? ചന്ദ്രമ കബി മേഘോമേം ചിപ്ചാത്താ ഹെ. എപ്പോഴൊക്കെയാണോ മേഘങ്ങൾക്കിടയിൽ നമ്മുടെ ചന്ദ്രമ ഒളിക്കുന്നത്, അതേപോലെ കബി മേഘ് ചന്ദ്രമാസെ അദൃശ്യ ഹോത്താ ഹെ. അതേപോലെ തന്നെ ചന്ദ്രമ എവിടെ ഒളിക്കുന്നു? നമ്മുടെ മേഘത്തിനിടയിൽ ഒളിക്കുന്നു, മേഘം ചന്ദ്രനിൽ ഒളിക്കുന്നു. പിന്നെയോ ഹി നഹി മാത്രമല്ല സുഖ ദുഃഖരൂപി ദിനരാത്മേം ജഗ് കാ ജീവൻ സോത്ത ഔർ ജാഗത്താ ഹെ. അതായത് സുഖദുഃഖമാകുന്ന രാത്രിയും പകലും എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതം ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു എന്നാണ്. ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ സന്ധ്യ ഔർ ഉഷാക്കി ആഖനമേ വിരഹ ഔർ മിലൻ കാലിംഗൻ ഹോ രഹ. ഇതൊക്കെ പറഞ്ഞൂലേ? പ്രഭാതവും സന്ധ്യയും ഇങ്ങനെയാണ് കൂടിച്ചേരുകയാണ്, ആലിംഗനം ചെയ്യാണ്. വിരഹം മിലൻ പോലെ, കൂടിച്ചേരലും വേർപാടും പോലെ അല്ലേ? ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മുടെ കവി. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യുക? ഒരു കൺക്ലൂഡ് ചെയ്യുക. ഇസ്ലിയെ ജീവൻ കി സഫലത കെ ലിയെ സുഖ ഔർ ദുഃഖ് ആനാ ജാന ആവശ്യക ഹെ.
അപ്പോൾ ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വന്നും പോവും, അല്ലെങ്കിൽ വരവും പോക്കും ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ കണ്ടില്ല ആസ്വാദന ടിപ്പണിൻ്റെ ഫോമാറ്റ്. ഫസ്റ്റ് നമ്മുടെ കവിനെ കുറിച്ച് പറയാം, ഒരു വരി നമ്മുടെ കവിതയെ കുറിച്ച് പറയാം, പിന്നെ എന്താണോ കവിതയിൽ ഉദ്ദേശിക്കുന്നത് അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയാം. ലാസ്റ്റ് നമ്മുടെ കവി എന്താണോ നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത് ഈ കവിതയിലൂടെ അത് നമ്മളെ ഭാഷയിൽ എഴുതി വയ്ക്കുക. എന്താണ്? ജീവൻ കി സഫലത കെ ലിയെ സുഖ और दुख का आना जाना आवश्यक है. മനസ്സിലായില്ല എങ്ങനെ ആസ്വാദന ടിപ്പണി എഴുതേണ്ടതെന്ന്? ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആശയം എഴുതാനുള്ള ക്വസ്റ്റ്യൻ വന്നാലും ഇത് എഴുതുക കേട്ടോ. അപ്പോൾ മക്കളെ, എല്ലാവർക്കും നമ്മുടെ സുമിത്രാനന്ദൻ പന്തിൻ്റെ സുഖ ദുഃഖ എന്നുള്ള കവിത നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ കവിത എക്സ്പ്ലെയിൻ ചെയ്തു, അതെങ്ങനെയാണ് നമ്മുടെ എക്സാമിനൊക്കെ വരികയെന്ന് ചർച്ച ചെയ്തു അല്ലേ. നമ്മൾ ആസ്വാദന ടിപ്പണി പറഞ്ഞു, എല്ലാം നമ്മുടെ കവിതയെ സംബന്ധിച്ച് എല്ലാം ചർച്ച ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലോ അല്ലെങ്കിൽ ഇനിയും ഇതിന് ആഡ് ചെയ്യണമെങ്കിലോ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. तो धन्यवाद बच्चों.